ഹലോ ഗായ്സ്, അങ്ങനെ കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുവാണ്. അങ്ങനെ ഇത് ജനുവരി 26 എടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഇത് ചുമ്മാതെ ഡിലീറ്റ് ചെയ്ത് കളയരുതല്ലോ, കാരണം നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും നല്ലൊരു ഓർമ്മയല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴെങ്കിലും ഇത് പോസ്റ്റ് ചെയ്യുന്നത്. ആ പിണ്ടിമ്മ കുത്താനുള്ള എല്ലാ കൊടിയും ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ മാതാശ്രീ തനിയായിരുന്നു കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, കാരണം അപ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു കേട്ടോ. ഞാൻ എന്താ ഉണ്ടാക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹോസ്റ്റിങ്ങും അതുപോലെ തന്നെ ക്ലാസ്സിൽ ഒത്തിരി തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ അമ്മയും അമ്മയുടെ നാത്തൂനും കൂടെ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിനുള്ള പ്രിപ്പറേഷനിലായിരുന്നു കേട്ടോ. ഞാനും എൻ്റെ ചേച്ചിയും കൂടെ സബോള ആ വക സംഭവങ്ങളൊക്കെ അരിഞ്ഞും കൊടുക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഇതാ ചിക്കൻ കറിയിൽ ഇവർ ഒരു 3 പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ അത്രയും വലിയ കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അധികം പറഞ്ഞ് കൊള്ളാക്കുന്നില്ല. മുളക് പൊടി ഉണ്ട്, മഞ്ഞൾപ്പൊടി ഉണ്ട്, പിന്നെന്താ മല്ലിപ്പൊടി ആർന്നെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഇത് ടൊമാറ്റോ മാത്രമല്ല, ടൊമാറ്റോ ഉണ്ട്, ജിഞ്ചർ ഉണ്ട്, പച്ചമുളകുണ്ട് കേട്ടോ. പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ, കാരണം ഒത്തിരി കസിൻസൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ ഒരുമിച്ചൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനെ ഇതാ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു, അതെനിക്ക് പറയാറിയാം കേട്ടോ, കാരണം ഉപ്പാണല്ലോ ഒരു കറിയുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. പിന്നെ ഇത് ഗരം മസാല ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വെള്ളവും പാലോ കേട്ടോ, അത് ഞാൻ കണ്ടില്ലായിരുന്നു, ഞാൻ പുറത്ത് പോയിക്കായിരുന്നു കേട്ടോ. അങ്ങനെ ചേച്ചി സകല മുൻകരുതലുകളും എടുത്തിട്ടായിരുന്നു കേട്ടോ സബോളയായിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ സബോളേനെ തൊട്ടില്ല, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ കരച്ചിൽ നിർത്താൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ സബോളയെ തൊട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതാ ചിക്കൻ കറി നമ്മുടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ തലേദിവസം തന്നെ ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത കറികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഈ ഉരുളി തേച്ചൊരച്ച് കഴുകുന്നത്, ബീഫും പോർക്കും. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ബാക്കിയൊക്കെ പോസ്റ്റ് ചെയ്യാവേ. ബൈ, ലവ് യു ഓൾ.